ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സാലറി അങ്ങനെയല്ലേ ഞാൻ കൊടുത്തേക്കുന്നത്. മോട്ടിവേഷൻ വരാൻ സാലറി എന്താണ്, അലവൻസ് എന്തൊക്കെയാണെന്ന് അറിയുന്നത് നല്ലൊരു കാര്യമല്ലേ? നല്ലൊരു കാര്യം തന്നെയാണ്, ഉറപ്പായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സാലറിയും അലവൻസും, SBI ക്ലർക്കിന്റെ സാലറിയും അലവൻസുമാണ്. ബേസിക്കലി ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ആണ്. ഒരാളുടെ സാലറി സ്ലിപ്പ് വെക്കുന്നതിന് പകരം ഞാൻ ആ ഒരു സാലറി സ്ലിപ്പുള്ള സകല ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മുഴുവൻ കാണാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൺലൈൻ ആയിട്ടാണെങ്കിൽ IBPS SBI ടാർഗറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം, ബേസ് ടു അഡ്വാൻസ് കവർ ചെയ്യാം. ഇനി അതേസമയം ഓഫ്ലൈൻ ആണെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് വെസ്റ്റ് ഹിൽ സൈലം ക്യാമ്പസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 10 days ഫ്രീ ക്ലാസ് ആയിരുന്നു, ഓൾറെഡി കുറച്ച് ദിവസമായി. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം, ബേസ് ടു അഡ്വാൻസ് കവർ ചെയ്യാം. ഓക്കെ, സോ നേരെ നമുക്ക് അതിലേക്ക് വരാം. സാലറി ഓക്കെ, ബേസിക് 26,730 ആണ് ബേസിക് പേ വരുന്നത്. അതിൽ ഡിയറൻസ് അലവൻസ് വരുന്നത് 7,161 രൂപ. ഓക്കെ, ഇനി സ്പെഷ്യൽ അലവൻസ് ഉണ്ട് 7,083 രൂപ. HR 2,862 രൂപ. ഹൗസ് റെന്റ് അലവൻസ് ആണ് HR. ഇനി സ്പെഷ്യൽ പേ 1,200, ട്രാൻസ്പോർട്ടേഷൻ 850. ഇതെല്ലാം കൂട്ടി 45,888 ആണ് നമ്മുടെ ടോട്ടൽ സാലറി വരുന്നത്. 45,888. ഇനി ഇൻ ഹാൻഡ് എത്ര കിട്ടുമായിരിക്കും? ഇത് ടോട്ടൽ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എത്ര രൂപ കൊണ്ടുപോകാം എന്ന് ഞാൻ പറയാം. 39,529 രൂപ നമുക്ക് ഇൻ ഹാൻഡ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കിട്ടും. അപ്പം അത്യാവശ്യം അടിപൊളി സാലറി ആണ്, അടിപൊളി അലവൻസ് ഉണ്ട്. അപ്പൊ ഇനി ഒരു വർഷക്കണക്കിന് നമുക്ക് വേറെ എന്തെങ്കിലും അലവൻസ് ഉണ്ടോ എന്ന് അറിയണ്ടേ? ഇത് നമ്മുടെ ബേസിക് സാലറിയുടെ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി അലവൻസ് എന്തുണ്ടാവും, എന്തൊക്കെ അലവൻസ് ഉണ്ടാവും നമുക്ക് അറിയാൻ. SBI PO എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അലവൻസ് ഉണ്ട്. SBI ക്ലർക്കിൽ എന്തെങ്കിലും അലവൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണ്ടേ? ചോദിച്ചു, ആൻസർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അലവൻസ്. സ്പെക്ടക്കിൾ അലവൻസ് ഉണ്ട്, 3,000 രൂപയാണ് മാക്സിമം. വൺസ് ഇൻ 3 year ആയിരിക്കും നമുക്കത് കിട്ടാം. ഓക്കെ, ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ 450 രൂപ മന്ത്ലി കിട്ടും. എന്റർടൈൻമെന്റ് 360 രൂപ. പെട്രോൾ 20 ലിറ്റർ ഇൻ എ മന്ത്, ഒരു മാസം 20 ലിറ്റർ വരെ. കൺവീനിയൻസ് അലവൻസ് 2,064 രൂപ. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആണ്, നിങ്ങളുടെ ഡിപ്പെൻഡന്റും നിങ്ങൾക്കും. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ടോട്ടൽ 2,874 രൂപ തന്നെ അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് വേറെയും കിട്ടുന്നുണ്ട്. ഇതിനപ്പുറം എന്ത് വേണം ഗൈസ്? സുഖമായിട്ട് സ്വന്തം നാട്ടില് സുഖമായിട്ടൊരു ക്ലർക്കിന്റെ ജോലി, അത്യാവശ്യം നല്ല ബേസിക് സാലറി, നല്ല അലവൻസ്, സന്തുഷ്ടമായ ജീവിതം, അല്ലെ? ഇതല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പൊ ഉറപ്പായിട്ടും അതിനുവേണ്ടി SBI ക്ലർക്കിന് വേണ്ടി പഠിക്കാൻ ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളടുത്ത് പഠിക്കാനാണെങ്കിൽ ഞാൻ കാണിച്ച ഓഫ്ലൈൻ ഓൺലൈൻ കോച്ചിങ്ങിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ട അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എലിജിബിലിറ്റിയും എക്സാം പാറ്റേണിലേക്ക് പോകാം. ഓക്കെ, സോ എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, ഗ്രാജുവേഷൻ, എനി ഡിസിപ്ലിൻ, ഏതൊരു ഡിസിപ്ലിനാണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മതി ഈ എക്സാം എഴുതാനായിട്ട്. ഇനി ഏജ് നോക്കുകയാണെങ്കിൽ ജനറലിന് 20-28 വയസ്സ്, OBCക്ക് 20-31 വയസ്സ്, SC STക്ക് 20-33 വയസ്സ്, PWBD അതാണെങ്കിൽ ജനറൽ കാറ്റഗറി വരുമ്പോൾ 20-38, OBC ആണെങ്കിൽ 20-41, SC ST ആണെങ്കിൽ 20-43. ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജനറൽ 20-28, OBC 20-31, SC ST 20-33, PWBD ജനറൽ 20-38, അവിടെ തന്നെ OBC 20-41, SC ST 20-43. ഇതാണ് നിങ്ങളുടെ ഏകദേശം ഏജ് ആൻഡ് എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് അത്രയും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, ഇതിലൊക്കെ നിങ്ങൾ കറക്റ്റ് ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരാണ്, കറക്റ്റായിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇനി വെയിറ്റ് ചെയ്തിരിക്കണോ? ഉടനെ തന്നെ നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അപ്പൊ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു, ജോലിക്ക് കയറുന്നു. അപ്പൊ ഇനി എക്സാമിന്റെ പാറ്റേൺ അറിയട്ടെ, അതുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ എക്സാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള SBI ക്ലർക്ക് ജൂനിയർ അസോസിയേറ്റ് എക്സാം ആണ്. ഓൺലൈൻ ആണ്. പ്രിലിംസും മെയിൻസും ഉണ്ട്. പ്രിലിംസ് 1 hour, മെയിൻസ് 2 hour 40 minutes. 1/4 മാർക്ക് 0.25 നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നിങ്ങൾ മറക്കരുത്, അത് ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ ഘടകമാണ്. പ്രിലിംസും മെയിൻസും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും മാത്രമാണുള്ളത്. www.sbi.com നമ്മൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി നമ്മുടെ പ്രിലിംസ് പാറ്റേൺ വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. റീസണിംഗ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 60 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് പ്രിലിംസ് എക്സാം നടക്കുന്നത്. ഓക്കെ, ഇനി മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ജനറൽ ഇംഗ്ലീഷ്, അല്ലെ?
ജനറൽ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. ജനറൽ ഫൈനാൻഷ്യൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ്. അങ്ങനെ 190 ചോദ്യം 200 മാർക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് മെയിൻസിന്റെ നിങ്ങളുടെ ടൈം വരുന്നത്. സോ ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് ക്ലർക്കിന്റെ ഈ ബാങ്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ SP ക്ലർക്കിന്റെ ക്വാളിഫൈ ചെയ്യാനുള്ള ടൈം ആയി കഴിഞ്ഞു. എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ടൈം ഇനി എത്തിക്കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ ഉടനെ എത്തും. ഉടനെ നമ്മൾ പഠിക്കും. ഉടനെ നമ്മൾ പരീക്ഷ പാസ്സാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.